Today we will discuss some theorem. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച തിയറത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടൊരു റിമാർക്ക് ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം നമുക്ക്. By the Laplace transform of derivative of a function for any continuously differentiable function g of t, L of g dash of t equal to s into L of g of t minus g of 0. അപ്പോൾ നമ്മൾ അവിടെ എഫ് ഓഫ് ടി എന്നെടുത്ത് ഇവിടെ ജി ഓഫ് ടി എടുത്തു. അപ്പോൾ ജസ്റ്റ് അങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യാം, ജി ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് ടി ആയിട്ട് എടുക്കാം. എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്, അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ജി ഓഫ് ടി എന്നെടുക്കാം. പിന്നെ ഇക്വേഷൻ 1 put g of t equal to f dash of t. Then g dash of t എന്ന് പറയുന്നത് ഒരു എഫ് ഡാഷ് ഓഫ് ടീൻ്റെ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി ആവും അല്ലേ. അപ്പോൾ ഇക്വേഷൻ 1 എന്ന് പറയുന്നത് എന്തായി മാറും? ആൻഡ് സോ ഇക്വേഷൻ 1 ബിക്കംസ്, അതിൽ ജി ഓഫ് ടിക്കും ജി ഡാഷ് ഓഫ് ടിക്കും ഒക്കെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ബിക്കംസ് എൽ ഓഫ് ജി ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി, ജി ഓഫ് ടി എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് ടി, എൽ ഓഫ് എഫ് ഡാഷ് ഓഫ് ടി, ജി ഓഫ് 0 എന്ന് പറഞ്ഞാൽ ജി ഓഫ് ടി എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് ടി, അപ്പം ജി ഓഫ് 0 എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് 0 അല്ലേ. അപ്പം ഇങ്ങനെ വരും. ഇനി നമുക്കറിയാം എഫ് ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താ? ഈ തിയറം തന്നെ അപ്ലൈ ചെയ്യാം. ഇവിടെ ജിക്ക് പകരം എഫ് ആയെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ എസ് ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് 0 മൈനസ് ഇവിടെയുള്ള എഫ് ഡാഷ് ഓഫ് 0. അപ്പോൾ ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എസ് ഇൻറ്റു എഫ് ഓഫ് 0 മൈനസ് എഫ് ഡാഷ് ഓഫ് 0. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സെക്കൻഡ് ഡെറിവേറ്റീവ് അല്ല, സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എസ് ഇൻറ്റു എഫ് ഓഫ് 0 മൈനസ് എഫ് ഡാഷ് ഓഫ് 0. അപ്പോൾ സിമിലർലി നമുക്ക് തേർഡ് ഡെറിവേറ്റീവിൻ്റെയും ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് അടുത്തതിൻ്റെയും കണ്ടുപിടിക്കാം. എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് ടീൻ്റെ കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ ഇത് ഇക്വേഷൻ ആയിട്ട് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യുക. എൽ ഓഫ് എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എസ് ഇൻറ്റു എഫ് ഓഫ് 0 മൈനസ് എഫ് ഡാഷ് ഓഫ് 0. സിമിലർലി നമുക്ക് എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് ടീൻ്റെ എഴുതാം. സിമിലർലി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് ഇത് വരും എസ് ക്യൂബ് ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എസ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് 0 മൈനസ് എസ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 0 മൈനസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് 0. അപ്പോൾ ഈ റിലേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഏത് ഓർഡറിലുള്ള ഫംഗ്ഷൻ്റെയും ഇതുപോലെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ ഏതൊരു ഓർഡറിലുള്ള ഡെറിവേറ്റീവിൻ്റെയും ലാപ്ലേസ് ട്രാൻസ്ഫോം ഇതുപോലെ കണ്ടുപിടിക്കാം. ഇപ്പോൾ നമ്മൾ എഫ് ഡബിൾ ഡാഷിനെ കണ്ടുപിടിച്ചു, എഫ് ട്രിപ്പിൾ ഡാഷിനെ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് നമുക്ക് ജനറൽ ആയിട്ട് നിന്ന് ഒരു തിയറായിട്ട് നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം. നെക്സ്റ്റ് തിയറം 5 പറയുന്നതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദി ഡെറിവേറ്റീവ് ഓഫ് എനി ഓർഡർ എൻ. അപ്പോൾ ഏതൊരു ഓർഡറിലുള്ള ഓർഡർ എന്നിലുള്ള ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഓർഡർ എന്നിലുള്ളതാണെങ്കിൽ ആ ഫംഗ്ഷൻ്റെ എന്ത് ചെയ്യുക, ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് നോക്കുന്നത്. എന്ന് വെച്ചാൽ nth ഓർഡർ ഡെറിവേറ്റീവ് ഉള്ള ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. സപ്പോസ് ദാറ്റ് the function f of t and its derivatives f dash of t, f double dash of t, etc. fn minus 1 of t എന്ന് വെച്ചാൽ n minus 1th ഡെറിവേറ്റീവ് വരെ നോക്കുക. അത്രയും
ഫങ്ഷൻസ് ഉണ്ടാവണം, കണ്ടിന്യൂസ് ആവണം, ആർ കണ്ടിന്യൂസ് ആൻഡ് ദ ഡെറിവേറ്റീവ് എഫ് എൻ ഓഫ് ടി be piecewise continuous on every finite interval in the range t greater than or equal to 0. അപ്പോൾ n-1th ഡെറിവേറ്റീവ് വരെ അതുപോലെ എഫ് ഓഫ് ടിയും എന്താവണം, കണ്ടിന്യൂസ് ആവണം. അതുകൂടാതെ എഫ് എൻ ഓഫ് ടി എന്ന് പറയുന്നത് പീസ് വൈസ് കണ്ടിന്യൂസ് ആയാലും മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാം, suppose further that there exist real constants k, m and k such that ഈ എല്ലാ ഡെറിവേറ്റീവിനും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക കൂടെ വേണം. എന്ന് വെച്ചാൽ മോഡ് എഫ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഇക്വൽ ടു എം ഇൻറ്റു ഇ പവർ കെ ടി ആവണം. അതുപോലെ മോഡ് എഫ് ഡാഷ് ഓഫ് ടിയും ലെസ് ദാൻ ഓർ ഇക്വൽ ടു എം ഇൻറ്റു ഇ പവർ കെ ടി ആവണം, എക്സെട്ര. മോഡ് എഫ് എൻ മൈനസ് വൺ ഓഫ് ടി ലെസ് ദാൻ ഓർ ഇക്വൽ ടു എം ഇൻറ്റു ഇ പവർ കെ ടി ആവണം ഫോർ ഓൾ ടി ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു ക്യാപിറ്റൽ കെ. ഇത് സ്മോൾ ലെറ്റർ കെ ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇത്രയും കണ്ടീഷൻ ശരിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫ് എൻ ഓഫ് ടീൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഇതാണ്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് എൻ ഓഫ് ടി equal to s power n into L of f of t minus s power n minus 1 into f of 0 minus s power n minus 2 into f dash of 0 minus etc minus f n minus 1 of 0. അപ്പോൾ ജനറലായിട്ട് n എന്ന് പറയുന്നത് ഏത് നമ്പർ ആയാലും നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡെറിവേറ്റീവിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പറ്റും. ഏത് ഓർഡറിലുള്ള ഡെറിവേറ്റീവ് ആണെങ്കിലും അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. അപ്പം അതിന് മുന്നേ അതൊക്കെ കണ്ടിന്യൂസ് ആണോ എന്നൊക്കെ നോക്കണം. ഇതുപോലെ തന്നെ നമുക്ക് ഇൻ്റഗ്രലിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതെന്താ നോക്കാം. അപ്പം നെക്സ്റ്റ് തിയറം 6 ഇതാണ്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് ടി. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെ കണ്ടുപിടിക്കും. ലെറ്റ് എഫ് ഓഫ് എസ്, ക്യാപിറ്റൽ എഫ് ആണ്, എഫ് ഓഫ് എസ് ബി ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി. ഇഫ് എഫ് ഓഫ് ടി ഈസ് പീസ് വൈസ് കണ്ടിന്യൂസ് ആൻഡ് സാറ്റിസ്ഫൈസ് മോഡ് എഫ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഇൻറ്റു ഇ പവർ കെ ടി ഫോർ ഓൾ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. And for some constants capital M, small letter k and capital K, then Laplace transform of integral 0 to t f of u du equal to 1 by s into f of s, where s greater than 0 and s greater than k. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണ് എന്ന് വിചാരിക്കാം. അതുപോലെ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ പീസ് വൈസ് കണ്ടിന്യൂസ് ആണ്, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ഫോർ ഓൾ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെക്ക്. പിന്നെ ഇവിടെ എമ്മും കെയും ഒക്കെ എന്ത് ചെയ്യും, കോൺസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻ്റഗ്രൽ 0 to t f of u duവിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1 by s into f of s എന്ന് വെച്ചാൽ 1 by s into ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻസ് ആണ്, പല ക്വസ്റ്റ്യനിലും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വരും. അപ്പോൾ ഇതെല്ലാം ഇക്വേഷൻസും തിയറും ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. തിയറും എല്ലാം ഓർത്തിരിക്കാൻ സെയിം കണ്ടീഷനാണ്, കണ്ടിന്യൂസും പീസ് വൈസ് കണ്ടിന്യൂസും ആയിട്ടുള്ള ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് വെച്ചിട്ട് 2 പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, സ്കെച്ച് ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഈക്വൽ ടു ടി ഇഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 1, 1 if 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 2, 0 if 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഇൻഫിനിറ്റി. ആദ്യം സ്കെച്ച് ചെയ്യണം, ഈ ഗ്രാഫ് ഒന്ന് സ്കെച്ച് ചെയ്യണം. ഡിറ്റർമൈൻ വെദർ ദ ഫംഗ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് ഓർ പീസ് വൈസ് കണ്ടിന്യൂസ്. എഫ് കണ്ടിന്യൂസ് ആണോ അതോ പീസ് വൈസ് കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതുകൂടാതെ ലാപ്ലേസ് ട്രാൻസ്ഫോമും കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇതൊന്ന് സ്കെച്ച് ചെയ്യാം.
അപ്പോൾ 0 തൊട്ട് 1 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ t ആണ് അല്ലേ. നമുക്കാദ്യം 0 തൊട്ട് ഇൻഫിനിറ്റി വരെയാണ് വേണ്ടത് ടിയിൽ. അതുപോലെ മുകളിലേക്ക് 0, 1 t വരെയാണ് വേണ്ടത്. നമുക്ക് കുറച്ച് ചെറിയ ഒരു ഗ്രാഫ് വരയ്ക്കാം. 0, 1, 2 ഇൻ എക്സെട്ര. ഇത് ടീൻ്റെ വാല്യൂ ആണ്. ഇതെന്ന് പറയുന്നത് എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ഞാൻ y ആയിട്ട് കൊടുത്തു. അപ്പോൾ ടി എന്ന് പറയുന്നത് 0 തൊട്ട് 1 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? ടി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് 1 എന്ന് പറഞ്ഞ പോയിന്റ് അല്ലേ. 0 തൊട്ട് 1 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ. അപ്പോൾ 0 ആകുമ്പോൾ 0, 1 ആകുമ്പോൾ 1. അപ്പോൾ ഇങ്ങനെയാണ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് പോകുന്നത്. 0 തൊട്ട് 1 വരെ. 1ൽ എങ്ങനെയാണ്? 1ൽ 1 തന്നെയാണ്. ഈ ടി ആണെങ്കിലും 1ൽ 1 തന്നെ വരും. അപ്പോൾ ഈ പോയിന്റ് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി 1 തൊട്ട് 2 വരെ, 2 ഉൾപ്പെടാതെ, 2 ഇല്ലാതെ 1 തൊട്ട് 2 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പോൾ 2ൽ ഇല്ല. 2ൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഹോളാണ് വരേണ്ടത്. 2ൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1 അല്ലാത്തതുകൊണ്ട് ഇവിടെ ഹോളും 0ൻ്റെ അവിടെ ആണ് ഫംഗ്ഷൻ്റെ വാല്യൂ വരുന്നത്. ഇവിടെ പോയിന്റും മാർക്ക് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്. ഏകദേശം സെയിം ഡിസ്റ്റൻസിൽ വരുത്താം കേട്ടോ. അപ്പോൾ 2ൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0യും ഇവിടെ ഹോളുമാണ് വരുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഫ്രം ദ അബോവ് ഗ്രാഫ് ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ വി ക്യാൻ ഇൻഫർ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് എവരിവെയർ. എവിടെ കണ്ടിന്യൂസ് അല്ലാത്തത്? 2ലാണ് അല്ലേ. കണ്ടിന്യൂസ് എവരിവെയർ എക്സെപ്റ്റ് അറ്റ് t ഈക്വൽ ടു 2. t ഈക്വൽ ടു 2ൽ ഒഴികെ ബാക്കിയുള്ളിടത്തൊക്കെ കണ്ടിന്യൂസ് ആണ്. അപ്പം ഇത് ഫുൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റില്ല. ആൻഡ് ഈസ് പീസ് വൈസ് കണ്ടിന്യൂസ്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ പീസ് വൈസ് കണ്ടിന്യൂസ് ആണെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ ഒരു ബ്രേക്ക് ഉണ്ട്. 2 എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല, പീസ് വൈസ് കണ്ടിന്യൂസ് ആണ്. 2ൻ്റെ റൈറ്റിലോട്ട് ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ ഇങ്ങനെ 0 ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഫുള്ള്. അപ്പോൾ ഈ ഇവിടെ ഒരു ബ്രേക്ക് ഉണ്ടാവുന്നുണ്ട്. കണ്ടിന്യൂറ്റിക്ക് 2 എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു ബ്രേക്ക് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് അത് പീസ് ഇവിടെ നിന്ന് ഇത്രയും കണ്ടിന്യൂസ് ആണ്, ഇങ്ങോട്ടും കണ്ടിന്യൂസ് ആണ്. ഈ ഒരു പോയിന്റിൽ മാത്രം കണ്ടിന്യൂറ്റി ബ്രേക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഫ്രം ദ above graph of the given function we can infer that the function f is continuous everywhere except at t equal to 2 and is piecewise continuous. Thus f of t is a piecewise continuous function on closed interval 0 infinity and satisfies mod f of t less than or equal to. ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഫംഗ്ഷൻ്റെ വാല്യൂ 1നേക്കാൾ വലുതായി പോകുന്നുണ്ടോ? ഇല്ല. ഫംഗ്ഷൻ്റെ വാല്യൂ ഇവിടെ ഒരിക്കലും 1നേക്കാൾ വലുതായി പോകുന്നില്ല അല്ലേ. ആൻഡ് സാറ്റിസ്ഫൈസ് മോഡ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് എഴുതിക്കോട്ടെ. 1 ആണ് മാക്സിമം വാല്യൂ ഇവിടെ വരുന്നത്. അതിന് മുകളിലേക്ക് പോകുന്നില്ല. 0യും 1ഉം അതിനിടയിലുള്ള വാല്യൂസേ വരുന്നുള്ളൂ. അപ്പോൾ ഈ 1 എന്ന് പറയുന്നത് എന്താ? ഇ പവർ 0 എന്ന് പറയുന്നത് 1 അല്ലേ. അപ്പോൾ ഈ പവർ ബാക്കി ഏത് ടി എന്ന് പറയുന്നത് ഇ പവർ ടി എന്ന് പറയുന്നത് ടി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്തായാലും 1നേക്കാൾ വലുതായിരിക്കുമല്ലോ. ഇ പവർ 0 1 ആണ്. ഇ പവർ 0 ലെസ് ദാൻ ഇ പവർ ടി എന്ന് നമുക്ക് എഴുതിക്കൂടെ? എപ്പോഴാണ്? ടി ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ ഇ പവർ 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ പവർ ടി എന്ന് എഴുതാം. വേർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യ്ക്ക് ഈ കണ്ടീഷൻ ശരിയാവും. അപ്പോൾ നമുക്ക് എക്സിസ്റ്റൻസ് തിയറം അപ്ലൈ ചെയ്യാം. ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഹെൻസ് ബൈ എക്സിസ്റ്റൻസ് തിയറം ഫോർ ലാപ്ലേസ് ട്രാൻസ്ഫോം the Laplace transform of f of t exists and
L of f of t. L of f of t equal to integral 0 to infinity e raised to minus st into f of t dt. അപ്പോൾ ഇതിൽ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുക അല്ലേ. ഇൻ്റർവെലിന് 0 to infinity എന്ന് പറഞ്ഞ ഇൻ്റർവെലിന് നമ്മൾ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഇൻ്റഗ്രൽ 0 to 1 e raised to minus st. അവിടുത്തെ ഫംഗ്ഷൻ വാല്യൂ എന്താണ്? അത് നമുക്ക് അടുത്തതിൽ നോട്ട് ചെയ്യാം. ഈ എഫ് ഓഫ് ടി ഡി ടി. ഇനി 1 തൊട്ട് 2 വരെ ഫംഗ്ഷൻ വാല്യൂ വേറെയാണ്. അപ്പോൾ ഇ പവർ മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ 2 to infinity ഇ പവർ മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി. അപ്പം ഇനി ഓരോന്നും അവിടെയുള്ള എഫ് ഓഫ് ടിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 ഇ പവർ മൈനസ് എസ് ടി, ഇവിടുത്തെ ഫംഗ്ഷൻ വാല്യൂ എന്താണ്? ടി ആണ് അല്ലേ, ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ 1 to 2 ഇ പവർ മൈനസ് എസ് ടി, ഇവിടുത്തെ ഫംഗ്ഷൻ വാല്യൂ 1 ആണ്. അപ്പോൾ 1 ഡി ടി എന്ന് പറയുമ്പോൾ ഇ പവർ മൈനസ് എസ് ടി ഡി ടി. ഇവിടുത്തെ ഫംഗ്ഷൻ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ അവിടുത്തെ അത് ക്യാൻസലായി, ഇൻ്റഗ്രലും 0 ആയിരുന്നു. പ്ലസ് 0 എന്ന് എഴുതാം. ഇനി ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ടി ഇൻറ്റു മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ ടി ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഇ പവർ മൈനസ് എസ് ടി, ഇ പവർ മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ്, ഇൻ്റഗ്രൽ 0 to 1 ലിമിറ്റ് ആണ്, മൈനസ് ഇൻ്റഗ്രൽ 0 to 1 ഡെറിവേറ്റീവ് ഓഫ് ടി എന്ന് പറയുന്നത് 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഇ പവർ മൈനസ് എസ് ടി എന്ന് പറയുമ്പോൾ ഇ പവർ മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ് ഡി ടി പ്ലസ് ഇനി ഇൻ്റഗ്രൽ ഇ പവർ മൈനസ് എസ് ടിൻ്റെ ഇൻ്റഗ്രൽ ഇ പവർ മൈനസ് എസ് ടി ബൈ മൈനസ് എസ് 1 to 2. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്കുള്ള ആൻസർ ആവും. അപ്പോൾ ഇവിടെ 1 കൊടുക്കാം. ടിക്ക് 1 കൊടുത്തെങ്കിൽ 1 ഇ പവർ മൈനസ് എസ് ബൈ മൈനസ് എസ്. ആ മൈനസിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു, ഇ പവർ മൈനസ് എസ് ബൈ എസ് എന്ന് എഴുതി. അപ്പോൾ ഇതിൽ ഇനി അടുത്ത 0 കൊടുത്താലും ടിക്ക് 0 കൊടുത്താൽ അവിടെ ഫംഗ്ഷൻ മൊത്തം 0 ആയിരുന്നു അല്ലേ. ഇവിടെ ടി 0 കൊടുത്താൽ 0 ആയിരിക്കും. ഇനി അടുത്ത് ഇവിടുത്തെ നോക്കാം. ഈ മൈനസിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി പ്ലസ് ആക്കി 1 ബൈ എസ് ഇ പവർ മൈനസ് എസ് ടിൻ്റെ ഇൻ്റഗ്രേഷൻ ഒന്നും കൂടെ ചെയ്യാം. അപ്പോൾ ഇ പവർ മൈനസ് എസ് ടി ബൈ മൈനസ് എസ് 0 to 1 പ്ലസ് അതിവിടെ നമുക്ക് അത് പിന്നെ ചെയ്യാം. ഇനി 2ഉം 1ഉം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇ പവർ മൈനസ് 2s ബൈ മൈനസ് എസ്, ഇ പവർ മൈനസ് 2s ബൈ, ഈ മൈനസ് ഞാൻ ഇവിടെ ഇടാൻ പോവാണ്, മൈനസ് എസ്. പിന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് കൊടുക്കുമ്പോൾ പ്ലസ് ആയി 1 കൊടുക്കുക. അപ്പോൾ ഇ പവർ മൈനസ് എസ് ബൈ എസ്. ഇനി ഈ വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമോ, ഏതൊക്കെ ക്യാൻസലാക്കി കളയാൻ പറ്റുമെന്ന് വെച്ചാൽ അത് ക്യാൻസലാക്കി കളയാം. ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവാണ്, അത് ക്യാൻസലായി. ഇനി ഇവിടുത്തെ ലിമിറ്റും കൂടെ കൊടുക്കാം. ഇവിടെ നമ്മൾ മൈനസ് 1 ബൈ എസ് സ്ക്വയർ, എസ്സിന് അല്ല ടിക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ ഇ പവർ മൈനസ് എസ്, ഈ ടിക്ക് 0 ആയി കൊടുക്കുന്നെങ്കിൽ മൈനസ് 1 കിട്ടും, മൈനസ് ഇ പവർ മൈനസ് 2s ബൈ എസ്. അപ്പോൾ ഇതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമുക്ക് മൈനസ് ഉള്ളത് ഈ മൈനസും കൂടെ പ്ലസ് ആയിട്ട് 1 ഉള്ളത് ആദ്യം എടുക്കാം. അപ്പോൾ 1 ബൈ ഈ മൈനസ് ഉള്ളിലേക്ക് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 ബൈ എസ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇ പവർ മൈനസ് എസ് എന്ന് എഴുതിക്കൂടെ, മൈനസ് ഇ പവർ മൈനസ് 2s ബൈ എസ് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇതാണ്, 1 ബൈ എസ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇ പവർ മൈനസ് എസ് മൈനസ് ഇ പവർ മൈനസ് 2s ബൈ എസ്. ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും?
1/s² മൈനസ് e പവർ മൈനസ് s ബൈ s² മൈനസ് e പവർ മൈനസ് 2s/s. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഫംഗ്ഷൻ സ്പ്ലിറ്റ് ആയിട്ടാണ്, ഇതുപോലെ പീസ് വൈസ് കണ്ടിന്യൂസ് ആയിട്ടാണ് തരുന്നതെങ്കിലും നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമുക്കെല്ലാം അറിയുന്ന ലാപ്ലേസ് ട്രാൻസ്ഫോം ആണെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അറിയുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം.